ഹലോ! അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ്. ഇന്നൊരു മൺഡേ ആണ്. സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സ്കൂളിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ മോർണിംഗ് ഉണ്ടാവാറുള്ളത്. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ പിന്നെയും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ പെയ്തിട്ട് അതിൻ്റെതൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇന്ന് നല്ല അടിപൊളി സംഭവമൊക്കെ ആക്കണം, സൺഡേ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന്. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പനി വീണ്ടും തല പൊക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആകെ ഒരു ക്ഷീണം പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുക്കിങ്ങൊക്കെ തീർത്താൽ മതി എന്നായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് രാവിലെ തുടങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് ചോറ് എന്തായാലും വേണം. അപ്പോൾ രാവിലെ ഞാൻ ഫസ്റ്റ് ചോറ് അങ്ങ് വെക്കും. അതിന് ശേഷം ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടും മോളുടെ ഒരു കംഫർട്ട് ഫുഡുമാണ് കേർഡ് റൈസ്. അപ്പോൾ അവൾക്ക് എന്തായാലും കേർഡ് റൈസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് സ്കൂളിൽ പോകുമ്പം ആ ലഞ്ചിൻ്റെ ആവശ്യമില്ല, സ്നാക്സ് വരെയുള്ളൂ. അവർ ഉച്ചേന് മുന്നേ എത്തും. അതുകൊണ്ട് അവന് ലഞ്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അധികം സ്നാക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് രണ്ടാൾക്കും കൊടുത്തു വിടാറുള്ളത്. കാരണം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിക്കില്ല അവിടുന്ന് പോകുമ്പോൾ. അപ്പം എന്തായാലും അവിടെ പോയിട്ട് അവർക്ക് ചെറുതായിട്ട് വിശക്കുകയും ചെയ്യും. അപ്പോൾ ഫില്ലിങ്ങുമാണ്. എന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെ കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് മോർണിംഗ് എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പം ഞാൻ രാവിലെ ഇന്ന് എൻ്റെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് കൊഴുക്കട്ട. അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുത്തു. അതവിടെ മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ പരിപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പരിപ്പ് തീർന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു റിലേറ്റഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ചെറുപയറിന് ഞാൻ ഒരു വെളുത്തുള്ളിയും ചെറുപയറും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഒരു വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയും ഉപ്പും പിന്നെ ചെറുപയറും കൂടെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്. കൂട്ടത്തിൽ ഞാൻ എപ്പോഴും കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇടാറുണ്ട്. ഭയങ്കര പച്ചക്കറി കഴിക്കാൻ മടിയുള്ള ഒരാളാണ് മോള്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും ഞാൻ ക്യാരറ്റ് ഇല്ലാണ്ട് ഒരു കാര്യമില്ല. എല്ലാത്തിലും ഞാൻ ക്യാരറ്റ് ഇടാറുണ്ട്, ബീറ്റ്റൂട്ടും. ഇത് രണ്ടെണ്ണം ഗ്രേറ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളെ ചോറ് റെഡിയായി. കാരണം എളുപ്പത്തിൽ വേവുന്ന ചോറാണ് കേട്ടോ. പെട്ടെന്ന് ചോറാകും. പിന്നെ കൊഴുക്കട്ടയൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. ഇനി നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ പോപ്കോൺ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തു. ഇനി നമ്മൾ കേർഡ് റൈസിന് വേണ്ട കേർഡും റൈസും കൂടി ഫസ്റ്റ് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. മോള് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ആദ്യം ചോറ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം ചോറൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ തൈര് ഒഴിച്ച് മാറ്റി വെച്ചു. അതൊന്ന് ജസ്റ്റ് ആ തൈരിൽ സോക്കായി കഴിയുമ്പോഴായിരിക്കും രസം ഉണ്ടാവുക. പിന്നെ നമ്മൾ നോർമൽ ഒരു കേർഡ് റൈസ് ആയിട്ട് ഇത് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കുകയാണ്. ഒരുപാട് കടുകൊന്നും ഇട്ടാൽ കഴിക്കില്ല. അപ്പം കുറച്ച് കടുകും ബാക്കി ക്യാരറ്റും അങ്ങനെയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ കേർഡ് റൈസും റെഡിയായി. ഇനി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു കൊഴുക്കട്ട കൂടെ മിക്സ് ചെയ്താൽ റെഡിയായി. അപ്പോൾ ഒന്നാമത് നമുക്ക് വയ്യാത്തൊരു സമയമൊക്കെ ആകുമ്പോൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല കേട്ടോ. ഞാൻ യൂഷ്വലി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ട് എന്തെങ്കിലും അങ്ങനെ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം തോന്നുന്ന ഒരു സൺഡേയോ ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് ടൈം എടുത്ത് കുക്ക് ചെയ്യുക. അല്ലാത്തപ്പോഴൊക്കെ വളരെ സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അപ്പം മോന് സ്നാക്സിന് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ നമ്മൾ കറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഉപ്പ് വെള്ളത്തിലൊന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്താലും അങ്ങനെ കറുത്ത് പോവില്ല. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെ പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് എന്തായാലും കുറേ പാത്രങ്ങൾ വരും. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സൈഡ് ബൈ സൈഡ് ഇതൊക്കെ ആവുന്ന സമയം ഇങ്ങനെ പാത്രം കഴുകി വെക്കുന്നുണ്ടാവും. പിന്നെ നമ്മളുടെ ഫുഡൊക്കെ റെഡിയായി, ലഞ്ചൊക്കെ പാക്ക് ചെയ്തു, കറി റെഡിയായി. ഇപ്പം പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിൽ പച്ചമുളക് ഇടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചെറുപയർ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒരു 2 പച്ചമുളക് ഇടും. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ആ ഒരു സ്പൈസിനെസ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വേവിക്കുമ്പോൾ അതിലിടാറില്ല. അപ്പം അതിന് ലാസ്റ്റ് നമ്മളെന്തായാലും എടുക്കുമ്പോൾ ഒന്ന് തിളപ്പിക്കുമല്ലോ, അപ്പം ഒരു 2 പച്ചമുളക് ഇടും. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കും.
അപ്പം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ അവരുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. പിന്നെ മോസ്റ്റ്ലി ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അഖിൽ അവരെ എണീപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും പിന്നെ ഞാൻ. അതിന് ശേഷം ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കലാണ് രാവിലെ ഒരു ബുദ്ധിമുട്ടുള്ള പണി. രണ്ടാൾക്കും കഴിക്കാൻ മടിയാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബസ് വരിക 6:45 മുന്നേ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ ബസ് കറക്റ്റ് സമയത്ത് എത്തും ചെയ്യും. അപ്പോൾ ആ ഒരു സമയം അവർ പോയി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സൗണ്ടും ഇല്ലാത്തൊരു ഫീലാണ് എനിക്ക് വീട്ടിൽ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് വെറുതെ ഇരിക്കും. അഖിൽ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരും. നല്ല ചായ. അതിന് ശേഷമാണ് പിന്നെ അടുത്ത പണി തുടങ്ങുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:15 ആയിട്ടുണ്ട് സമയം. ഇനിയൊരു സൂപ്പർ ഫാസ്റ്റായിട്ട് ഞാൻ ഫുള്ള് ആ കിച്ചണ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്ന് ചോറിന് വലിയ കാര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കില്ല. ചോറും പരിപ്പ് കറിയും മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പേരിക്ക് പകരം കുറച്ചും കൂടി നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങേനെ കൊണ്ട് നമ്മൾ ഈ ഒരു റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതനങ്ങ വെച്ചിട്ട് ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. അപ്പോൾ അതിന് വേണ്ടി വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബേസിക് ആയിട്ടുള്ള പൊടികൾ ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം തന്നെ ഞാൻ വേഗം തുടച്ചിട്ട് അത് എടുത്ത് വെക്കും. ഇല്ലെങ്കിൽ പിന്നെയും ഒരു പണിയാണ്. അതുകൊണ്ട് രാവിലെ മാക്സിമം എല്ലാം തീർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് വെക്കലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നമ്മളുടെ ഒന്ന് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. കട്ടിയുള്ള നല്ല കുറച്ച് തിക്കായിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. ചോറിന് ശരിക്കും ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. ഇനി അഖിലിൻ്റെ ടിഫിൻ ബോക്സും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ രാവിലത്തെ മേജർ പണികളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 9:30ആണ്. അപ്പോൾ 9:30ക്ക് മുന്നേ ഞാൻ മാക്സിമം എല്ലാം ഞാൻ ചെയ്ത് തീർക്കാൻ നോക്കാറുണ്ട്. ഡെയിലി അടിച്ച് വാരി തുടച്ചിട്ടില്ലെങ്കിലും ഞാൻ മസ്റ്റായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യം ബെഡ്ഷീറ്റ് വിരിച്ചിടും. അതെന്തായാലും രാവിലെ തന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ തന്നെ എനിക്കൊരു സമാധാനമാണ്. അതിനുശേഷം നെക്സ്റ്റ് എനിക്ക് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഡ്രസ്സുകൾ മടക്കി വെച്ച് അത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരും. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ എല്ലാ പണികളും ചെയ്ത് തീർക്കാറാണ്. പിന്നെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അഖിൽ ഓഫീസിലേക്ക് പോകും. ഞാൻ നെക്സ്റ്റ് വാഷ് ചെയ്യാനിടുന്നത് രാവിലെ തന്നെ അന്നത്തേതൊക്കെ ഞാൻ വാഷ് ചെയ്തിടാറുണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചാൽ എവിടുന്നാണ് ഈ ഡ്രസ്സ് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. അത്രയേറെ ഡ്രസ്സുകളാണ് വരിക. അപ്പോൾ അത് ഒന്നായിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ മടക്കി വെക്കാനും ഉണ്ടാവുള്ളൂ, വാഷ് ചെയ്യാനും ഈസിയാണ്. അതിനുശേഷം ഞാൻ ഡെയിലി അങ്ങനെ അടിച്ചു വാരി തുടയ്ക്കാറില്ല. വാക്വം ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാണ്ട് തുടയ്ക്കൽ ഞാൻ 2 ഡേയ്സ് കൂടുമ്പോഴേ ഉള്ളൂ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ മസ്റ്റായിട്ടും കയ്യിലൊരു ഹാൻഡ് ക്രീം എന്തെങ്കിലും ഒന്ന് തേക്കണം. പ്രത്യേകിച്ച് ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആവും. അതെല്ലാം കഴിഞ്ഞ് ഒരു 9-10 ഒക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഒരു 9:30 ആകുമ്പോൾ മാക്സിമം ഞാൻ ഫ്രീ ആവും. കാരണം എനിക്ക് 9:30ക്ക് ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ കാര്യം എന്നൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയാം കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അതെന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. അപ്പം മോർണിംഗ് എൻ്റെ മോസ്റ്റ്ലി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ്, ഒരു വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.